നാളെ രാജ്യത്തിൻ്റെ 80ാം സ്വാതന്ത്ര്യ ദിനമാണ്. അതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾ എല്ലായിടത്തും ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് രാജ്യം. നാളെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ത്രിവർണ്ണ പതാക ഉയർത്തുന്നതോടെ ദേശീയ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ചടങ്ങുകളിൽ ഇത്തവണ വന്ദേമാതരവും ആലപിക്കും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കന്യാകുമാരി മുതൽ കശ്മീർ വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരംഗ യാത്രകൾ പുരോഗമിക്കുകയാണ്. ഒരു രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യലബ്ധിയുടെ വാർഷിക ആഘോഷത്തിനായി അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. ചെങ്കോട്ടയിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തുന്നതോടെ ആഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാകും. സർക്കാരിൻ്റെ നയങ്ങളും രാജ്യത്തിൻ്റെ മുൻപോട്ടുപോക്കും വ്യക്തമാക്കി ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി രാജ്യത്തുടനീളം തിരംഗ യാത്രകൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഹർ ഘർ തിരംഗ ആഹ്വാനം ഏറ്റെടുത്ത് ഓരോ വീടുകളിലും ത്രിവർണ്ണ പതാക പാറിപ്പറക്കുന്നു. പാർലമെന്റ്, രാഷ്ട്രപതി ഭവൻ ഉൾപ്പെടെയുള്ള അധികാര കേന്ദ്രങ്ങളുണ്ടായിട്ടും സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിലാണ് ഭരണാധികാരികൾ പതാക ഉയർത്തുന്നത്. 1600കളിൽ പണിത ചെങ്കോട്ട ഒരു കാലത്ത് മുഗൾ ചക്രവർത്തിമാരുടെ അധികാരത്തിന്റെ പ്രതീകമായിരുന്നു. പിന്നീട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സൈനിക സാന്നിധ്യം. ഒടുവിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിച്ച് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാജ്യത്തിന്റെ അഭിമാനമായ ദേശീയ പതാക ഉയർത്തിയതും ഈ കോട്ടയിലായിരുന്നു. ഒരുപാട് കരുത്തരായ ഭരണാധികാരികളുടെ ശബ്ദം മുഴങ്ങിയ കോട്ട. 2014 മുതൽ നരേന്ദ്രമോദി ചെങ്കോട്ടയിലെത്തിയപ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ അതുവരെ ഉണ്ടായിരുന്ന ബുള്ളറ്റ് പ്രൂഫ് കവചം എടുത്തുമാറ്റിയത് ഏറെ ശ്രദ്ധേയമായിരുന്നു. हमारे वीर जाबाज सैनिकों ने दुश्मनों को उनकी कल्पना से परे सजा दी है. ചരിത്രത്തിലും വർത്തമാനകാലത്തിലും അധികാരത്തിന്റെ കൂടി പ്രതീകമായ ചെങ്കോട്ടയിലേക്ക് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ സൈനിക മേധാവിമാർ ചേർന്ന് സ്വീകരിക്കും. ദേശീയ പതാക വാനിലേക്ക് ഉയർന്നു പറക്കുമ്പോൾ 21 ഗൺ സല്യൂട്ടുകൾ മുഴക്കുന്നതും പരമ്പരാഗത ചടങ്ങുകളുടെ ഭാഗമാണ്. എന്നാൽ ഇത്തവണ ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിൽ വന്ദേമാതരവും ഉയർന്നു കേൾക്കുമെന്നത് പ്രധാനപ്പെട്ട മാറ്റമാകും. പ്രതിരോധ സാമ്പത്തിക മേഖലയിൽ രാജ്യം കരുത്തോടെ മുൻപോട്ട് കുതിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനായി ചെങ്കോട്ടയിലേക്ക് കാതോർക്കുകയാണ് രാജ്യം. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്.